അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു അടിപൊളി വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഗസ്റ്റുകൾക്കൊക്കെ കൊടുത്താൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വെൽക്കം ഡ്രിങ്കാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു 100 ഗ്രാം ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്നും നമുക്ക് നല്ലതുപോലെ ലംസില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 ലിറ്റർ പാൽ വരും. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാലിൻ്റെ അളവ് ഇതിനെക്കാട്ടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് മധുരം കൂടുതൽ ആവശ്യമായിട്ട് വരും. അല്ല നമുക്ക് ഇത്ര തന്നെ ആയാലും മധുരം പോരാന്നുള്ളവർക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡിൻ്റെ മിക്സാണ്. അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഏകദേശമൊക്കെ അതിവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഡ്രിങ്ക് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കുറുക്കിയൊന്നും ഇത് എടുക്കേണ്ട. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. അതൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ചെറിയ ക്യാരറ്റാണ് കുക്ക് ചെയ്തത് എടുത്തിട്ടുള്ളത്. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഈത്തപ്പഴം ഞാനിവിടെ കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. അതും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് ഒരു 1/2 കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കസ്റ്റാർഡിൻ്റെ മിക്സ് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ തന്നെ ഇത് കുടിക്കാനായിട്ട്. നല്ലൊരു ഡ്രിങ്കാണ്. ഇനി നമുക്കിതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചവ്വരിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം, വേവിച്ച് വെച്ചിരിക്കുന്ന. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പണിയൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഗസ്റ്റുകൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കായിരിക്കും. ഇനി നമുക്കിത് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് തണുപ്പിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അത് ഓപ്ഷണലാണ്, അത് നിർബന്ധമൊന്നുമില്ല. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ.